ഇവിടെ ചില ശാസ്ത്രജ്ഞർ ലോകത്തിന്റെ പോപ്പുലേഷൻ കുറക്കാൻ വേണ്ടി ആളുകളെ 10 ഇരട്ടി ചെറുതാക്കാൻ തുടങ്ങി. അങ്ങനെ ചെയ്താൽ ഒരു ബിസ്ക്കറ്റ് മാസങ്ങളോളം തിന്നാം, ലക്ഷറി ബംഗ്ലാവുകൾ തുച്ഛമായ വിലയ്ക്ക് സ്വന്തമാക്കാം. ഈ സാങ്കേതികവിദ്യ സുരക്ഷിതമാണെന്ന് തെളിയിക്കാൻ ശാസ്ത്രജ്ഞർ ആദ്യം 36 സന്നദ്ധ പ്രവർത്തകരിൽ ഇത് പരീക്ഷിച്ചു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർ പൂർണ്ണ ആരോഗ്യവാന്മാരായിരുന്നു. ഒരു ദമ്പതികൾക്ക് 2 കുട്ടികളുണ്ടായി. 4 വർഷത്തെ അവരുടെ ആകെ മാലിന്യം ഒരു ചെറിയ ബാഗിന്റെ പകുതി പോലും ഉണ്ടായിരുന്നില്ല. ഊർജ്ജ പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇതിനാകുമെന്ന് കണ്ടതോടെ ലോകമെമ്പാടുമുള്ള ആളുകൾ ഈ കുട്ടി ലോകത്തേക്ക് ആകർഷിക്കപ്പെട്ടു. യഥാർത്ഥ ലോകത്ത് കോടികൾ വിലമതിക്കുന്ന കൊട്ടാരം പോലുള്ള വീടുകൾക്ക് അവിടെ വെറും $100 വില. മെച്ചപ്പെട്ട ജീവിതം കൊതിച്ച ജാക്കും ഭാര്യയും ഈ സ്ഥലം കാണാനെത്തി. അവരുടെ സമ്പാദ്യമായ $1.5 ലക്ഷം ഇതിന് തികയില്ലെന്ന് അവർ കരുതിയെങ്കിലും ചെറുതാകുമ്പോൾ പണത്തിന്റെ മൂല്യം 10,000 മടങ്ങ് വർദ്ധിച്ച് $1.5 ബില്യൺ ആകുമെന്ന് ജീവനക്കാർ വിശദീകരിച്ചു. അതിയായ സന്തോഷത്തോടെ അവർ നാട്ടിലെ സ്വത്തുക്കളെല്ലാം വിറ്റ് സുഹൃത്തുക്കളോട് യാത്ര പറഞ്ഞ് പ്രൊസീജറിനായി എത്തി. അവിടെ അവരെ വെവ്വേറെ ഓപ്പറേഷൻ തിയേറ്ററുകളിലേക്ക് മാറ്റി. ചെറുതാക്കാൻ കഴിയാത്തതിനാൽ ഡോക്ടർമാർ ആദ്യം അവരുടെ ശരീരത്തിലെ രോമങ്ങളും പല്ലുകളും നീക്കം ചെയ്തു. പിന്നീട് അനസ്തേഷ്യ നൽകി ജാക്കിനെ ഒരു ഓവൻ പോലുള്ള മെഷീനിൽ കിടത്തി മിനിറ്റുകൾക്കുള്ളിൽ പ്രൊസീജർ പൂർത്തിയാക്കി. നഴ്സുമാർ ഈ കുഞ്ഞു മനുഷ്യരെ അതീവ ശ്രദ്ധയോടെ ബെഡുകളിലേക്ക് മാറ്റി. തുടർന്ന് കുട്ടിലോകത്തെ മെഡിക്കൽ സെന്ററിലെത്തിച്ച് പുതിയ ചെറിയ പല്ലുകൾ വച്ചുപിടിപ്പിച്ചു. ബോധം വന്ന ജാക്ക് ആദ്യം ഭാര്യയെയാണ് അന്വേഷിച്ചത്. എന്നാൽ പുരികം വടിക്കുന്നതിനിടയിൽ മനസ്സ് മാറിയെന്നും താൻ പ്രൊസീജറിന് നിൽക്കാതെ നാട്ടിലേക്ക് മടങ്ങുകയാണെന്നും അവൾ ഫോണിൽ വിളിച്ചു പറഞ്ഞു. തിരികെ വലുതാകാൻ കഴിയാത്ത ജാക്ക് ഇതോടെ പൂർണ്ണമായും തകർന്നുപോയി. അതൊരു വിവാഹമോചനത്തിന് തുല്യമായിരുന്നു. സങ്കടത്തോടെ ജാക്ക് ആ കുട്ടി ലോകത്തെ തന്റെ ഭീമാകാരമായ കൊട്ടാരത്തിലേക്ക് ഒറ്റയ്ക്ക് താമസം മാറി. വൈകാതെ ഭാര്യയ്ക്കായി ഓർഡർ ചെയ്ത 50 കാരറ്റിന്റെ ഡയമണ്ട് മോതിരവും ഒരു വീടിന്റെ വലിപ്പമുള്ള ഡിവോഴ്സ് പേപ്പറും അവന് ഡെലിവറിയായി ലഭിച്ചു. മറ്റു വഴികളില്ലാതെ ജാക്ക് ആ വിവാഹമോചന കരാറിൽ ഒപ്പുവെച്ചു. ഈ സിനിമ ഇഷ്ടപ്പെട്ടെങ്കിൽ 67 എന്ന് കമന്റ് ചെയ്യൂ.